മൂന്നാറിലേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ യാത്ര ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അനശ്വര പ്രണയത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമായ എലനേർ ഇസബെലിൻ്റെ ശവകുടീരം കാണാൻ. മൂടൽമഞ്ഞ് പുതച്ച കുന്നുകൾക്കിടയിൽ മൂന്നാറിൻ്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ചുറ്റുപാടുകളിൽ മനോഹരമായ ഒരു പള്ളിയും അതിനടുത്തായി ശാശ്വതമായ ഒരു പ്രണയത്തിൻ്റെ ശവകുടീരവും നിലകൊള്ളുന്നു. ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൂന്നാറിലെ CSI ക്രൈസ്റ്റ് ചർച്ച് എന്നറിയപ്പെടുന്നത്. മറ്റൊരു വാക്കിൽ വർണ്ണിച്ചു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ താജ്മഹൽ എന്നും അറിയപ്പെടുന്നു. ദേവാലയം പണിയുന്നതിന് മുൻപ് സെമിത്തേരി പണിത സ്ഥലം എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നുണ്ട്. സ്കോട്ടിഷ് മാതൃകയിൽ പൂർണ്ണമായും കരിങ്കല്ലിലാണ് ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്. ഉള്ളിൽ നിന്ന് നോക്കിയാൽ കുരിശിൻ്റെ ആകൃതി. മൂന്നാറിൽ നിന്നുള്ള കല്ലുകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും സെന്റ് തോമസും സെന്റ് ജെയിംസും, നല്ലിടയൻ്റെ രൂപം നടുവിൽ, അന്നത്തെ വേദപുസ്തകം, കൂറ്റൻ മണി, അന്ന് ഉപയോഗിച്ചിരുന്ന ചവിട്ടു പിയാനോ എല്ലാം ഈ ദേവാലയത്തിൽ ഇന്നും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ആയിരത്തി 1924 മൂന്നാറിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ മൂന്നാറിലെ നിവാസികൾ ആദ്യമായി അഭയം തേടിയെത്തിയതും കുന്നിൻമുകളിലുള്ള ഈ പള്ളിയിലേക്കായിരുന്നു. ഇസബെൽ എന്ന ഇംഗ്ലണ്ടുകാരിക്ക് മൂന്നാറിൽ നിർമ്മിക്കപ്പെട്ട ശവകുടീരം. മഞ്ഞിൻ കണങ്ങൾ കുടഞ്ഞിടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്ലറയോളം പഴക്കമുള്ള ഓക്കുമരങ്ങളും, പഴയ മൂന്നാറിലെ കുന്നിൻ പുറത്ത് തല ഉയർത്തി നിൽക്കുന്ന ആ പഴയ പള്ളിയും, കാട്ടുചെടികൾ അതിർവരമ്പ് തീർത്ത കല്ലറയ്ക്കുള്ളിൽ തൂമഞ്ഞിൻ്റെ പുതപ്പ് വലിച്ചിട്ട് എലനേർ ഇസബെൽ ഉറങ്ങുകയാണ്. ഉറ്റവരുടെ കാലൊച്ചയ്ക്ക് കാതോർക്കുന്ന എണ്ണമറ്റ കൽക്കുരിശുകളുള്ള കുന്നിൻ മുകളിലാണ് ഇസബെലിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലെത്തുന്നവർ ഈ ദേവാലയവും ഇസബെലിൻ്റെ കല്ലറയും കാണാതെ മടങ്ങില്ല. പറഞ്ഞും കേട്ടും അറിഞ്ഞ കഥകളിലൂടെ ഈ ദേവാലയവും ഇസബെലും ഇന്നും ജീവിക്കുന്നു, അനശ്വര പ്രണയത്തിൻ്റെ സാക്ഷിയായി.